ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഓരോ വ്യക്തിക്കും അവരുടേതായിട്ടുള്ള സവിശേഷതയുണ്ട്, പ്രവർത്തന രീതിയുണ്ട്, മനോഭാവങ്ങളുണ്ട്. അതെല്ലാം വ്യത്യാസപ്പെട്ട് കിടക്കുന്നു. ആക്ച്വലി വൈവിധ്യമാണല്ലോ ഈ ലോകം ഇത്രയും സുന്ദരമായിട്ട് തോന്നുന്നത്. നമ്മൾ പലപ്പോഴും പറയുന്നത് പങ്കാളികൾ തമ്മിൽ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചാണല്ലോ. എന്നാൽ ഇന്ന് ഞാൻ പറയുന്നത് ബന്ധപ്പെടുന്ന സമയത്ത് പങ്കാളികൾ തമ്മിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളെക്കുറിച്ചാണ്. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. യഥാർത്ഥത്തിൽ ആരോഗ്യകരമായിട്ടുള്ള ലൈംഗികതയ്ക്ക് ഏറ്റവും അധികം ശാന്തമായിട്ട് പ്രവർത്തിക്കേണ്ടത് നമ്മുടെ മനസ്സാണ്. പ്രത്യേകിച്ചും ചില യുവതി യുവാക്കളെ സംബന്ധിച്ച് ശാരീരികമായ കാര്യത്തിനകത്ത് അവർക്കൊരു ഉത്കണ്ഠയുണ്ട്. ഒരുപക്ഷെ അത് രൂപത്തെക്കുറിച്ചായിരിക്കാം, അല്ലെങ്കിൽ വലിപ്പത്തെക്കുറിച്ചായിരിക്കാം, അല്ലെങ്കിൽ വണ്ണം കൂടുതൽ കുറവ്, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചായിരിക്കാം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരാത്മവിശ്വാസക്കുറവ് പലരും അനുഭവിക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ലൈംഗികതയുടെ സമയത്തോ അതിന് തൊട്ട് മുൻപോ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും പറയരുത്. കാരണം അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഫയൽ ബ്രെയിനിൽ ഓപ്പൺ ആകും, പിന്നീടുള്ള പെർഫോമൻസിനെ അത് ബാധിക്കും. അപ്പം ശരീരത്തെക്കുറിച്ചും മനസ്സിനെക്കുറിച്ചുമുള്ള നെഗറ്റീവായിട്ടുള്ള സംസാരങ്ങളുണ്ടല്ലോ, ഈ സമയത്ത് ഒഴിവാക്കണം. വണ്ണവും വയറും കൂടുതലാണ്, അല്ലെങ്കിൽ തീരെ മെലിഞ്ഞിരിക്കുന്നു, അതുപോലെ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുന്ന രീതികളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം ഒഴിവാക്കണം. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പുരുഷന് നേരത്തെ സ്ഖലനം വന്നാൽ അവിടെ വെച്ച് അത് അവസാനിപ്പിക്കാതെ മറ്റൊരു രീതിയിൽ കൂടെ പങ്കാളിയെ തൃപ്തിപ്പെടുത്താൻ നോക്കണം. പക്ഷേ ഇതിൻ്റെ കാര്യത്തിൽ രണ്ടു പേർക്ക് നേരത്തെ ഒരു ധാരണയുണ്ടാകണം കേട്ടോ, എങ്കിൽ മാത്രമേ അത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഏത് രീതിയിലാണെങ്കിലും രണ്ടു പേർക്കും തൃപ്തി വരുന്ന രീതിയിലുള്ള പരിപാടി ചെയ്യുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ഇത് ഒരാൾക്ക് വേണ്ടി മാത്രമുള്ള കാര്യമായിട്ട് മാറും. ക്രമേണ സ്ത്രീകൾക്ക് താല്പര്യക്കുറവുണ്ടാവും. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പല പല പ്രശ്നങ്ങൾ കൂടിയാണല്ലോ പങ്കാളികൾ കടന്നു പോകുന്നത്. അപ്പോൾ ഈ പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഫയലുകളൊന്നും ഈ സമയത്ത് ഓപ്പൺ ആക്കരുത്. നമ്മളത് ജസ്റ്റ് മറന്നിരിക്കുമായിരിക്കും. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംസാരം അല്ലെങ്കിൽ ഒരു സൂചന മതി പിന്നീട് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ. ഇത് നമ്മുടെ പെർഫോമൻസിനെ ബാധിക്കും. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിർബന്ധിപ്പിച്ച് ഒരു വെറൈറ്റി രീതി ചെയ്യിപ്പിക്കാൻ നോക്കരുത്. കാരണം ഓരോ മനുഷ്യനും യുണീക്കാണ്. ഒരാൾക്ക് ഇഷ്ടപ്പെടുന്നത് മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. ചിലർക്ക് ചില പൊസിഷൻ അത്ര കംഫർട്ടബിൾ ആയിരിക്കത്തില്ല, അതുകൊണ്ട് തന്നെ അവർക്ക് താല്പര്യം കുറയും. അതുപോലെ ചിലർക്ക് വാഗൊണ്ട് ചെയ്യുന്ന രീതിയോട് താല്പര്യമില്ലാത്തവർ കാണും. ഇതിനകത്ത് ഒരാൾക്കൊരു കാര്യം ഇഷ്ടമുണ്ടോ ഇല്ലയോ എന്നുള്ളത് തുറന്നു പറയേണ്ട കാര്യമില്ല. ആ സമയത്തെ അവരുടെ ഫേസിൻ്റെ എക്സ്പ്രഷൻ കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും അവരത് ആസ്വദിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. സ്ഥിരമായിട്ട് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. പിന്നെ മറ്റൊരു കാര്യമുണ്ട് കേട്ടോ, സ്നേഹമുള്ളവർക്ക് വേണ്ടി എന്തോ അഡ്ജസ്റ്റ് ചെയ്യുന്നവരുണ്ട്. സ്ത്രീകളെ സംബന്ധിച്ച് പൊതുവേ ഇതിനകത്ത് രണ്ട് നേച്ചറുള്ളവരുണ്ട്. ഒന്ന് കുറച്ച് ഹാർഡായിട്ടുള്ള സ്ട്രോക്ക് വേണ്ടവരും, മറ്റൊന്ന് സോഫ്റ്റായിട്ട് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരും. അപ്പോൾ ഒരു കൂട്ടർക്ക് ഇതിനകത്ത് ഇച്ചിരി പെയിനോട് കൂടിയൊക്കെ ഉള്ളത് ഇഷ്ടമാണ്. എന്നാൽ മറ്റവർക്ക് അങ്ങനെയല്ല, അവർക്കൊട്ടും അത് പാടില്ല. പക്ഷേ എല്ലാവരും ഇതൊന്നും തുറന്ന് പറയാറില്ല കേട്ടോ. പങ്കാളി അതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് മനസ്സിലാക്കിക്കോണം. അതുപോലെ രണ്ട് പേരിൽ ആർക്കെങ്കിലും ഒരാൾക്കൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, ശരീരത്തിനോ മനസ്സിനോ ഒരു ഇറിറ്റേഷൻ പോലെ അല്ലെങ്കിൽ ഒരു മൂഡ് ഓഫ് പോലെ അന്നത്തെ ദിവസം വേണ്ടെന്ന് വെക്കണം. ആക്ച്വലി രണ്ട് പേർക്കും ആവശ്യമുള്ള ദിവസം ഒന്ന് ചെയ്ത് നോക്കിക്കേ, ആ വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ ചിലരെ സംബന്ധിച്ച് ഒട്ടും ഫോർപ്ലേ ചെയ്യാൻ താല്പര്യമില്ലാത്തവരുണ്ട്. ചില പുരുഷന്മാർക്ക് പെട്ടെന്ന് തന്നെ കാര്യം സാധിക്കണം എന്നുള്ളൊരു മൈൻഡ് സെറ്റാണ്. എന്നാൽ അതങ്ങനെയാകേണ്ട ആവശ്യമില്ല. ആക്ച്വലി ഇത് കുറേ സമയമെടുത്ത് ചെയ്യേണ്ട പ്രോസസ്സിംഗ് ആണ്. അപ്പോൾ ഫോർപ്ലേ എത്ര സമയം ചെയ്യാമോ മറ്റുള്ള കാര്യങ്ങളൊക്കെ വളരെ ഈസി ആയിരിക്കും. അതുപോലെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത്, വിമർശിക്കുന്നത് മാക്സിമം ഒഴിവാക്കണം. ഇതിനൊരു 2 മണിക്കൂർ മുമ്പ് തന്നെ നമ്മൾ അതിനുള്ള സാഹചര്യം ക്രിയേറ്റ് ചെയ്ത് തുടങ്ങണം. അതുപോലെ കുറ്റപ്പെടുത്തുന്നത് പങ്കാളിയെ തന്നെ ആകണമെന്നില്ല, അവർക്ക് പ്രിയപ്പെട്ട മറ്റാരെങ്കിലും ആണെങ്കിലും ഫീൽ ചെയ്യും. ഞാനത് പറയാൻ കാരണം, നമ്മുടെ മനസ്സിൻ്റെ പ്രവർത്തനം ചില സമയങ്ങളിൽ വളരെ സങ്കീർണമാണ്. അതുപോലെ തന്നെയാണ് മനസ്സിൻ്റെ ഊർജം. നമ്മളിന്ന് സന്തോഷമായിട്ടിരിക്കാൻ കാരണം മനസ്സിൻ്റെ പ്രവർത്തനമാണ്. ലൈംഗികപരമായിട്ടുള്ള എല്ലാ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനമെന്ന് പറയുന്നത് ഈ മാനസിക ഊർജമാണ്. ഈ ഊർജത്തെ നമുക്ക് ഏത് വഴിക്കും തിരിച്ചുവിടാം. പോസിറ്റീവായിട്ടും പറ്റും, നെഗറ്റീവായിട്ടും പറ്റും. നമ്മൾ മറ്റൊരു കാര്യം ഓർക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, വീഡിയോയിൽ കാണുന്ന പോലുള്ള ഒരു പെർഫോമൻസ് അല്ലെങ്കിൽ ഒരു പെർഫെക്ഷൻ റിയൽ ലൈഫിൽ കിട്ടണമെന്നില്ല. അതൊരു പ്രത്യേക ടീം വർക്കാണ്. അതിന് അതിൻ്റേതായിട്ടുള്ള ചില മാനദണ്ഡങ്ങളുണ്ട്. ഒരുപക്ഷെ കാണുമ്പോൾ നമുക്ക് ആഗ്രഹം തോന്നാം, ആ ഒരു രീതി ചെയ്തിരുന്നെങ്കിൽ, അത്രയും സമയം ചെയ്തിരുന്നെങ്കിൽ എന്നൊക്കെ. ഇതിനെല്ലാം മറ്റൊരു മറുവശമുണ്ട് കേട്ടോ, പങ്കാളിയോടുള്ള സ്നേഹം, മാനസികമായ അടുപ്പം. എനിക്ക് തോന്നുന്നു ഈ സ്നേഹമെന്ന് പറയുന്നത് വളരെ ശക്തമായിട്ടുള്ളൊരു ഫീലിംഗ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ,
ഈ ലൈംഗികതയുടെ അടിസ്ഥാനം മാനസിക ഊർജ്ജമാണെന്ന്. ഈ ഊർജ്ജത്തെ എത്ര വേണേലും ഉണ്ടാക്കാൻ ഈ സ്നേഹത്തിന് കഴിയും. അതുകൊണ്ട് സ്നേഹം കൂടുതലായിട്ട് തോന്നുന്ന സമയങ്ങളിൽ ഇത് ചെയ്യാൻ ശ്രദ്ധിക്കണം. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ചിലർക്കെങ്കിലും ഇതിനകത്ത് പാസ്റ്റ് എക്സ്പീരിയൻസ് ഉള്ളവരാണ്. അപ്പോൾ ആ ഒരു മുൻവിധി വെച്ചുകൊണ്ട് ഒരുപക്ഷെ ഇതിനെ കാണാൻ ശ്രമിക്കുന്നവരുണ്ട്. എന്നാൽ പങ്കാളിയായിട്ടുള്ള സമയത്ത് അങ്ങനെയാകണമെന്നില്ല. ഒരുപക്ഷെ അന്ന് കുറച്ച് ടെൻഷൻ കൂടുതലുള്ള സാഹചര്യമായിരിക്കാം ഉണ്ടായിരുന്നത്. എന്നാൽ പങ്കാളിയായിട്ടുള്ള സാഹചര്യത്തിൽ അങ്ങനെ ആയിരിക്കണമെന്നില്ല. പല സ്ത്രീ പുരുഷന്മാർക്കും അങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടാകുന്നുണ്ട്. ഒരുപക്ഷെ ആ സമയത്ത് കിട്ടിയ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കത്തില്ല ഇപ്പോഴുള്ളത്. അതിനെ രണ്ടിനെയും നമ്മൾ കമ്പയർ ചെയ്യരുത്. എനിവേ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ നെക്സ്റ്റ് ടൈം. ബൈ.